ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്റ്റോറീസ്. ഇന്ന് നമ്മളൊരു കിഡിലൻ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം കുക്കിംഗ് അറിയാത്തവർക്ക് വരെ ഈ ബിരിയാണി ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് മല്ലിയില എന്നിവ നമ്മളിങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലിട്ട്. എന്നിട്ട് ഞാൻ ഒരു സവാള ഇതുപോലെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് സവാള അരിഞ്ഞത് കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഈ ടൈമിൽ ഞാൻ ഒരു 2 കപ്പ് ബിരിയാണി അരി സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ. നല്ലപോലെ വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടൊമാറ്റോ അല്ലെങ്കിൽ 1-2 ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ വഴറ്റുക. സവാളയും ടൊമാറ്റോയും എല്ലാം ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലപോലെ വഴറ്റി നല്ല സോഫ്റ്റ് ആവണം. ഈ ഒരു ടെക്സ്ചറിൽ എത്തണം. അപ്പോഴേക്കും നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയിൽ വറുത്ത് കോരി വെക്കുന്നുണ്ട്. സവാളയും കാഷ്യൂം ഞാൻ വറുത്ത് കോരി വെക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ചെമ്മീൻ നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. വേവിച്ച് കുറച്ച് പറ്റി വരണം. സവാള വറുത്ത് കോരി എണ്ണ നമ്മൾ കളയുന്നില്ല. അതേ ചെമ്മീൻ വേവിച്ച് അതേ പാനിലേക്ക് ആ എണ്ണയും ഒഴിച്ച് കുറച്ച് മസാലക്കൂട്ടുകളും ഇട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ബിരിയാണി അരി ഇട്ട് ഇളക്കും. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. ഇതുപോലെ വെള്ളമയം വറ്റുന്നവരെ വറുത്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 4 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. ഞാൻ ചെമ്മീൻ വേവിച്ച കൂട്ടിൻ്റെ കുറച്ച് കറി കൂടെ അതിനകത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ. എന്നിട്ട് അടച്ചു വെച്ച് സിമ്മിലിട്ടിരിക്കുക. തുറന്ന് നോക്കുമ്പോൾ റൈസ് റെഡിയാണ്. അതിലേക്ക് നമ്മുടെ ചെമ്മീനൂടെ ഇട്ട് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ഒനിയനും മല്ലിയിലയും കാഷ്യൂസും കൂടെ ഇട്ട് ഇളക്കി നല്ലപോലെ മൂടി വെച്ച് ഒന്നുകൂടെ ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. കിഡിലൻ ടേസ്റ്റിയാണ് ഈ ചെമ്മീൻ ബിരിയാണിക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. എപ്പോഴും നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചെമ്മീൻ ബിരിയാണിയാണ്.